പച്ചടീൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലേ. നമുക്ക് ഇന്ന് മധുരപ്പച്ചടീൻ്റെ റെസിപ്പി നോക്കാം. ആദ്യമേ തന്നെ ഒരു പാനിലേക്ക് പൈനാപ്പിൾ കട്ട് ചെയ്ത് ഞാൻ ചെറിയ പീസസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊരു കാല് ഭാഗം മാറ്റി ഞാൻ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ഒരു ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് ഇനി പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ശർക്കര, ഉപ്പ്, ഞാൻ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഇതിനായിട്ടുള്ള അരപ്പിനായിട്ട് ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, കടുക്, യോഗട്ട്, നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാം. നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് ഈ വെന്ത് വന്ന പൈനാപ്പിളിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരല്പം കൂടെ ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആ യോഗട്ടിൻ്റെ ആ ഒരു പുളിയും ഉപ്പും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും എനിക്ക് എല്ലാ കറികൾക്കും നല്ല ഇഷ്ടമാണ്. ഇതിനായിട്ടുള്ള താളിപ്പിനായിട്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പച്ചമുളക് ആഡ് ചെയ്ത് നമുക്ക് ഈ പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുത്ത് അടച്ചു വെക്കാം. അതിനുശേഷം മുന്തിരിയും കൂടെ ആഡ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റ് ആയിട്ട് മുന്തിരി